ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോസ്മിൻ വ്ളോഗ്. അപ്പം കുറേ നാൾക്ക് ശേഷം ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇത് ഞാൻ ആക്ച്വലി ഒരു കല്യാണം ഡോക്യുമെൻ്റ് ആണ്, വേറെ ആരുടെയും അല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കം, എൻ്റെ കൊളീഗ് കം, എൻ്റെ സിസ്റ്റർ കം എല്ലാമായ ഐശ്വര്യ ചേച്ചിയുടെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചിയും ഞാനും 2023 പരിചയപ്പെടുന്നത്. ഞങ്ങൾ സെയിം കമ്പനിയിലാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്. സോ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇതുപോലുള്ളൊരു ആൾ എൻ്റെ ലൈഫിൽ ഉള്ളത് തന്നെ. സോ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, അഖിൽ ബ്രോനെയാണ്. സോ ഇവരുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ലൈക്ക് അറേഞ്ച്ഡ് കം ലവ്, അതിനേക്കാളും ലവ് കം അറേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ചേച്ചി ആഗ്രഹിച്ച ആളെ തന്നെയാണ് ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നത്. സൂപ്പർ എക്സൈറ്റിംഗ്. സോ ഞാൻ 2 ദിവസത്തെ ലീവൊക്കെ പറഞ്ഞിട്ട് കോട്ടയത്തുനിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാത്രമുള്ളൂ ഈ സൈഡിൽ നിന്ന്, ബാക്കി എല്ലാവരും ടെക്നോ പാർക്ക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. സോ ബൈ ദ വേ നമ്മുടെ കല്യാണം നടക്കുന്നത് കായംകുളത്ത് വെച്ചിട്ടാണ്. സോ ഞാൻ കോട്ടയത്തുനിന്ന് കായംകുളത്തു നിന്നും ഇവര് ട്രിവാൻഡ്രത്തു നിന്ന് കായംകുളത്തോട്ട് വന്നു. സോ മീറ്റ് മൈ അതർ ഫ്രണ്ട്സ് ഷമ്മി ആൻഡ് രോഹിണി. ഇവരൊക്കെ ആക്ച്വലി എൻ്റെ ചേച്ചിമാരാണ്. മെൻഷൻ ചെയ്തായിരുന്നു ചേച്ചിന്നൊന്നും ഇടയ്ക്കിടയ്ക്ക് പറയൊന്നും വേണ്ട എന്നുള്ളത്. സോ അതുകൊണ്ട് കേട്ടോ ഞാനങ്ങനെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഷമ്മി ആൻഡ് രോഹിണി. സോ വേറൊരാളും കൂടെ ഉണ്ട്. ആൾക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് അവിടെ നേരത്തെ വന്നു. അപ്പൊ ചേച്ചിയുടെ വീടൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്ത് അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങള് വൈകിട്ടാകാണ്ട് വെയിറ്റ് ചെയ്യാണ് ഈ ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ബ്രൈഡ് ടു ബി ആകാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയാ ഒരു 2 വേർഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ്, ഒരു 2 days മുന്നേ എല്ലാ കാര്യങ്ങളും സെറ്റൊക്കെ ചെയ്ത് ഹറിബറി ഒന്നും എടുക്കാണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് മിനിറ്റ് വരെ കിടന്ന് ഓടേണ്ടി വരും. ഇത് എനിക്കറിയാം, ആസ് എ ഗേൾ ബ്ലൗസ്, അതുപോലെ മേക്കപ്പ്, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, ഡ്രസ്സ് എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം 2 days മുന്നേ എല്ലാം സെറ്റാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ഓടേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ തന്നെ വേണം പോകാൻ, വേറെ ആരും നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം അനുശ്രീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അനുശ്രീക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഇന്ന്. ഷമ്മിയും രോഹിണിയും റെഡി ആവുകയാണ്, എന്തെന്നറിയത്തില്ല. പെട്ടെന്നായിരുന്നു നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി. പുള്ളിക്കാരത്തി വേഗം വന്നു, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. വന്നു, ഞങ്ങളുടെ അടുത്ത് കഥ പറയാണ്. രാവിലെ ഇറങ്ങിയതാണ്, ഒരു 3 o'clock 4 o'clock എന്തോ ആയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ബ്രൈഡിന്റെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ് ആണ്. ഇത് എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടുള്ളതൊന്നും പറയുന്നതല്ല, ഇത് കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സോ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ നിയർ ബൈ ആണ് വരുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ആവുകയാണ്. ഞങ്ങൾ ഒരു ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും അനുശ്രീ ഷിഫ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് കുട്ടി ബ്രേക്കൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ റൂമിലോട്ട് വിളിച്ച് ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ശ്രീലക്ഷ്മി റെസിഡൻസി. നല്ല സ്റ്റേ ആയിരുന്നു. പറയാനാണെങ്കിൽ നല്ല ലൈറ്റിങ്, നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത റൂമൊക്കെ ആയിരുന്നു. അധികം വീഡിയോസ് ഒന്നും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അനുശ്രീക്ക് ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ അതേ കണക്ക് ഞങ്ങളൊരു ഡാൻസ് പ്രാക്ടീസ്, ചേച്ചിയുടെ റിസപ്ഷൻ ഒരു ഡാൻസ് പ്രാക്ടീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങൾ റൂമിൽ ചെന്ന ഉടനെ ഡാൻസ് പ്രാക്ടീസും പിന്നെ അവളുടെ ഷിഫ്റ്റും അങ്ങനെ ഞങ്ങളങ്ങ് പോയി. അതുകൊണ്ട് തന്നെ അധികം ഫോൺ എടുത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സാഹചര്യം ഒന്നും കിട്ടിയില്ല. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ആക്ച്വലി 2 weeks വെച്ചിട്ടാണ്. കാരണം ഫസ്റ്റ് വോയിസ് ഓവർ ഞാൻ ചെയ്യുന്നത് പനി ഉണ്ടായിരുന്ന സമയത്തും ഇപ്പം ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരുന്ന ഫേസാണ്. ആക്ച്വലി ഞാൻ അവിടെ ചെന്നപ്പം തൊട്ട് വെഡ്ഡിങ്ങിൻ്റെ ആ തലേന്നൊക്കെ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയാണ്, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു. ഇപ്പം അത് റിക്കവറായി വരുവാണ്. സോ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേയിലൊന്നും ഇനിയില്ല, വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാൾ കൂടി കാണുന്നതിൻ്റെതായ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഡേ ഇവിടെ എന്ത് ചെയ്യാണ്, നമുക്ക് സെക്കൻഡ് ഡേയിലേക്ക് പോയാലോ? സോ ഗൈസ്, day 2 ഓഫ് ഐശ്വര്യ ചേച്ചി വെഡ്ഡിങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്നാണ് ഐശ്വര്യ ചേച്ചിയുടെ വെഡ്ഡിങ്.
അപ്പം നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ട്. ബ്രൈഡിൻ്റെ കാറാണ് അവിടെ കാണുന്നത്. ചേട്ടൻ ഓൾറെഡി നേരത്തെ വന്ന് അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ വന്നപ്പം ചേട്ടൻ അവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. സോ നമ്മുടെ സുന്ദരി കുട്ടികളെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ആക്ച്വലി ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ മാത്രമായിരുന്നു ഫസ്റ്റ് വന്ന് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹിന്ദു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഓക്കെ ഇങ്ങനെ ഒരു ഫീലായിരുന്നു എല്ലാം. പിന്നെ അത് മാത്രമല്ല, യു നോ ഗൈസ്, ഞാൻ ഇന്ന് താലപ്പൊലി എടുക്കുന്നുണ്ട്. ഐ എം വൺ ഓഫ് ദ താലപ്പൊലി ഗേളാണ്. സോ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ. കാരണം എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല എന്താന്നുള്ളത്. കണ്ടിട്ടുണ്ട് കുറേയൊക്കെ, ഐ മീൻ വീഡിയോയ്ക്കകത്തൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ താലപ്പൊലിയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ സോ എക്സൈറ്റഡ്. സോ അവിടെ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ ചേട്ടനെയും ചേച്ചിയുടെയും സേവ് ദ ഡേറ്റിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടി കാണിച്ചേക്കാമെന്ന്. നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആണ്. ഐശ്വര്യ ചേച്ചീനെ ഇത്രയും നാൾ കൂടെ നടന്ന ഒരാൾ പെട്ടെന്ന് ബ്രൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുമാത്രമല്ല ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ചേച്ചിയുടെ കാര്യം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. സോ ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ് ആണ്. സോ അതൊക്കെ സാക്ഷാത്കരിക്കുന്നതിൻ്റെതായ ഒരു ഭയങ്കര ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ അധികം വീഡിയോസ് എടുക്കാൻ നിന്നില്ല. കാരണം ഞാൻ താലപ്പൊലി എടുക്കാനൊക്കെ പോയേക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോർഷനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നതും അനുശ്രീയാണ്. അപ്പോൾ അവൾ നന്നായിട്ട് വീഡിയോ ഒക്കെ നമുക്ക് എടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വേറെ ഇവിടെ നമ്മളധികം വീഡിയോസ് ഇല്ല. ഡയറക്റ്റ് നമ്മൾ പോകുന്നത് മണ്ഡപത്തിൽ മുഹൂർത്തമായി താലി കെട്ടുന്ന ആ ഒരു പ്രഷ്യസ് മൂമെൻറ്റിലേക്കാണ്. നമുക്ക് വിശപ്പിന്റെ വിളി വന്നു. അപ്പം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടു. ഫുഡ് വിളമ്പുന്നിടത്തോട്ട് വിട്ടു. എന്താ പറയാ, ഇപ്പൊ ആലപ്പുഴക്കാരൻ നല്ല ഒന്നാന്തരം സദ്യ, നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഒരു ഫീലായിരുന്നു. നല്ല നൈസ് സദ്യ. എന്താ പറയാ, 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. ബൈ ദ വേ, നമുക്ക് വൈകുന്നേരം റിസപ്ഷൻ പാർട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരെ പോയാലോ. അപ്പം നമ്മുടെ റിസപ്ഷൻ പാർട്ടി വരുന്നത് കരുനാഗപ്പള്ളിയിലാണ്, ചേട്ടൻ്റെ സ്ഥലത്ത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഏകദേശം എല്ലാവരും സിമിലർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ചെയ്ത് പോയത്, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഇടയിലോട്ടൊരു വില്ലൻ കയറി വന്നത്. കാരണം നമുക്ക് ടൈം ഭയങ്കര ഇതായിരുന്നു. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. ചേച്ചിയുടെ വീട്ടുകാരോടെയാണ് നമ്മൾ വരുന്നത്. അതുമാത്രമല്ല നമുക്ക് ഹാഫ് ഡേ ഒന്ന് ഷിഫ്റ്റിനും കയറണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഡാൻസ് അടുത്ത നെക്സ്റ്റ് ആളുടെ കല്യാണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണ്. വിഷമിക്കേണ്ട, ഉടനെ തന്നെ ഒരു ഡാൻസ് വീഡിയോ വരുന്നതുമായിരിക്കും.
പിന്നെ എന്താ അവിടെ ചെന്നിട്ട് നമ്മൾ ചേട്ടനും ചേച്ചിനെയൊക്കെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുവാണ്. നമുക്ക് ഷിഫ്റ്റിനും കയറണം. അത് മാത്രമല്ല നമുക്ക് നാളെ ഒരു 6 o'clock 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതൊക്കെ കൊണ്ടായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗൈസ് ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമ്മളെല്ലാം വീട്ടിലോട്ട് പോവാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഹൈലൈറ്റഡ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാവരും അത് കാണാൻ മറക്കല്ലേ. ചേട്ടാ വിഷിങ് യു ബോത്ത് എ ഹാപ്പി മാരിഡ് ലൈഫ്. നന്നായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.